ഹലോ കൂട്ടുകാരെ, വരിക്കച്ചക്കപ്പഴം കിട്ടിയപ്പോഴേ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചക്കപ്പഴം അരിഞ്ഞു വെച്ചു, ശർക്കര ചീവി വെച്ചു, അതുപോലെ തേങ്ങ ചിരണ്ടി വെച്ചു. അവലും അരിപ്പൊടിയും കൂടാണ് ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ അല്പം ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് അല്പം തേങ്ങായും അല്പം ശർക്കരയും ഈ അരിഞ്ഞു വെച്ച ചക്കയും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഞെവിടുന്നുണ്ട്. അതുകൂടാതെ മൊത്തവും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഞാൻ അതിനകത്ത് അവശേഷിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഞെവിടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് അട പരത്തുന്ന പോലെ നമ്മൾ ഇത് ഇലയിൽ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിൽ ബാക്കിയിരിക്കുന്ന ശർക്കരയും തേങ്ങായും ചക്കയും എല്ലാം കൂടെ നിരത്തുന്നുണ്ട്. നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനിയും നമുക്ക് ശർക്കരയും തേങ്ങായും ചക്കയും കൂടെ നിരത്തി കൊടുക്കാം. അതിൻ്റെ മണ്ടയിലൊന്ന് ഇതുപോലെ നിരത്തി കൊടുക്കണം. എന്നിട്ട് അടയൊക്കെ അടയ്ക്കുന്ന പോലെ തന്നെ അടച്ച് നമ്മൾ ആവി വരുന്ന പാത്രത്തിൻ്റെ മണ്ടയിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. രാവിലെ കാപ്പിക്കൊക്കെ എടുക്കാൻ കൊള്ളാം. തലേ ദിവസം വേണേലും ഉണ്ടാക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. എല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇലയിൽ. നമുക്കൊന്ന് മുറിച്ച് നോക്കാമേ, എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഇതെൻ്റെ കണ്ടോ, ആ ഫില്ലിങ് അതിനകത്ത് ഇങ്ങനെ കിട്ടും. നല്ല ടേസ്റ്റും നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ചക്കയപ്പം